സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന 56ാമത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ വാർഷിക യോഗത്തിൽ 1,17,000 കോടി രൂപയുടെ അതായത് $14 ബില്യൺ നിക്ഷേപ വാഗ്ദാനമാണ് കേരളം നേടിയിരിക്കുന്നത്. പുനരുപയോഗ ഊർജം, ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററുകൾ, നൈപുണ്യ വികസനം, സാമ്പത്തിക സേവനങ്ങൾ, ടൂറിസം, വെൽനസ്, മെഡിക്കൽ, ഇൻഫ്രാസ്ട്രക്ചർ, മാനുഫാക്ചറിംഗ് ഈ മേഖലകളിലാണ് കേരളത്തിന്റെ നിക്ഷേപ താല്പര്യങ്ങളും നിർദ്ദേശങ്ങളും കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. വ്യവസായ മന്ത്രി പി രാജീവ് നയിച്ച സംസ്ഥാന സർക്കാരിന്റെ ഉന്നതതല പ്രതിനിധി സംഘമാണ് ആഗോള വ്യവസായ പ്രമുഖർക്ക് മുന്നിൽ സംസ്ഥാനത്തിന്റെ വ്യാവസായിക നിക്ഷേപത്തിന്റെ അനന്ത സാധ്യതകളും കേരളത്തിന്റെ ആവാസ വ്യവസായമൊക്കെ അവതരിപ്പിച്ച് ഈ 1,17,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം നേടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഇതേ WEFലെ കേരളത്തിന്റെ സജീവ പങ്കാളിത്തത്തെ തുടർന്നാണ് ഭാരത് ബയോടെക്കിന്റെ നിക്ഷേപം കേരളത്തിലേക്ക് വന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി വഴി സംസ്ഥാനത്തേക്ക് വലിയ തോതിൽ നിക്ഷേപം ആകർഷിക്കാനായതിലും WEFലെ കേരളത്തിന്റെ പങ്കാളിത്തം അതിനിർണായകമായി. IKGSലൂടെ 449 കമ്പനിയിൽ നിന്നും 1.8 ലക്ഷം കോടി രൂപയുടെ താല്പര്യപത്രങ്ങൾ സംസ്ഥാനത്തിന് ലഭിച്ചത് അതിന്റെ തുടർ നേട്ടമായി. അതിന്റെ അടുത്ത ഘട്ടമാണ് ഇപ്പോഴത്തെ ഈ നിക്ഷേപ വാഗ്ദാനം. ജനുവരി 19 മുതൽ 23 വരെ നടന്ന ഫോറത്തിൽ ഇന്ത്യയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിവിധ കമ്പനി മേധാവികളുമായി നേരിട്ട് വ്യവസായ മന്ത്രിയും സംഘവും ചർച്ചകൾ, ബിസിനസ് യോഗങ്ങൾ ഇവയൊക്കെ നടത്തി. പരമ്പരാഗത നൂതന മേഖലകളിൽ വൈവിധ്യവൽക്കരണവും വളർച്ചയും ലക്ഷ്യമിടുന്ന കേരളം US, UK, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ആഗോള നിക്ഷേപകരിൽ നിന്നുമാണ് ഈ 1,17,000 കോടി രൂപയുടെ മൊത്തം നിക്ഷേപ പ്രതിബദ്ധത നേടിയെടുത്തത്. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ പ്രതിനിധി സംഘം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാര, ബിസിനസ് പ്രൊമോഷൻ ഏജൻസികളുടെ വ്യവസായ നേതാക്കൾ, സിഇഒമാർ, ഉദ്യോഗസ്ഥർ എന്നിവരെയും നേരിട്ട് കണ്ട് കേരളത്തിലെ ആവാസ വ്യവസ്ഥയും നിക്ഷേപ മേഖലകളും നിക്ഷേപ സാധ്യതകളും ഒക്കെ നേരിട്ട് വിവരിച്ചു കൊടുത്തു. ലോക സാമ്പത്തിക ഫോറവുമായി ഇടപഴകുന്നതിനും അന്താരാഷ്ട്ര സഹകരണം കേരളത്തിലെ വ്യവസായ, ആരോഗ്യ, വെൽനസ്, നിർമ്മാണ മേഖലകളിൽ ഉറപ്പാക്കുന്നതിനുമുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഇത് കരുത്തേക്ക്. തുടർച്ചയായ 2ാം വർഷമാണ് കേരളത്തിന്റെ സംഘം WEFൽ സജീവമായി പങ്കെടുക്കുന്നത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ E ജയതിലക്, വ്യവസായ വാണിജ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, KSIDCയുടെ MD P വിഷ്ണുരാജ് എന്നിവരാണ് സംഘത്തിലുണ്ടായത്. സംസ്ഥാനത്തെ പ്രമുഖ നിക്ഷേപകരും പ്രതിനിധി സംഘത്തോടൊപ്പം ഉണ്ടായി. MA യൂസഫലി അടക്കം പ്രമുഖ നിക്ഷേപകർ കേരളത്തിന്റെ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുകയും